റിലേഷൻഷിപ്പ് ഈ ഒരു റീഡിങ്ങിന്റെ അകത്ത് ഈ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഒരു റിലേഷൻഷിപ്പ് അല്ല. ഇതൊരു തരം ഒരു പുള്ളിങ് എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഡിസ്റ്റൻസിൽ വന്നാലും എത്ര മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരും വീണ്ടും വീണ്ടും ഒരേ പോയിന്റിലോട്ട് തന്നെ തിരിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു അൺസീൻ ഒരു കണക്ഷൻ നിങ്ങൾക്ക് എവിടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എത്രയൊക്കെ മാറിയാലും വീണ്ടും നിങ്ങളെ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ തമ്മിൽ സംസാരിക്കാത്ത സമയത്ത് പോലും ശരിക്കും പറഞ്ഞാൽ എനർജി ലെവലിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ ഒരാളുടെ പ്രസൻസ് ഒക്കെ നല്ലതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് മറ്റൊരാളെ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. സഡൻലി മൂഡ് ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. പിന്നെ നിങ്ങളുടെ ഹാർട്ട് വളരെ ഹെവി ആയിട്ടൊക്കെ തോന്നുന്നു. ഇതൊക്കെ റാൻഡം ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് നമുക്ക് ഈ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരാൾ വളരെ ഇമോഷണലി ഭയങ്കര എന്താ പറയാ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരുപാട് സ്നേഹിക്കുന്നത്, അതേപോലെ തന്നെ പ്രതീക്ഷകളൊന്നും ഒരു പ്രതീക്ഷയില്ല, ഭയങ്കര ഡെപ്തിലുള്ള ഒരു സ്നേഹം അങ്ങനെ കൊടുക്കുന്ന ഒരാളാണ്. മറ്റേ ആളെന്ന് പറയുമ്പോൾ ഇഷ്ടമുണ്ട്, പക്ഷെ അത് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ കുറെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുഷ് ആൻഡ് പുൾ സിറ്റുവേഷൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആവാത്തത് എന്ന്. കാരണം എന്തെന്ന് വെച്ചാല് ഈ ഒരു ബന്ധം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. എഫേർട്ട് കൊടുക്കാൻ മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് പർപ്പസിലോട്ടും നിങ്ങൾ കംപ്ലീറ്റ്ലി ഏതൊക്കെ തരത്തിലാണ് ആ ഒരു തരത്തിലൊക്കെ ആ ഒരു ഗ്രോത്ത് ഫോഴ്സ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ആ ഒരു നിങ്ങൾ എന്താണ് ഈ ഒരു ജന്മത്തിലാവേണ്ടത് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റേത്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറി. അതായത് നിങ്ങളുടെ തിങ്കിങ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾക്കുള്ള ആ ഒരു ഡെപ്ത്, നിങ്ങളുടെ സെൽഫ് അവയർനെസ് എല്ലാം നല്ലതുപോലെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ആയിട്ട് അവരുടെ സൈഡിൽ നോക്കിയാലും ഇതൊക്കെ തന്നെ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു സ്ലോ ആയിട്ടാണ് അവർ തിരിച്ചറിയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ആ ഒരു പേഴ്സൺ വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു പേഴ്സണ് അത്ര ഒരു ഇതിലല്ല, പതുക്കെയാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമുക്കിവിടെ പറയാൻ പറ്റും, ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു സൈലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തമ്മിലുള്ള ഒരു ചെറിയൊരു ബ്രേക്കപ്പ്, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അങ്ങനത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല, അതൊരു പ്രിപ്പറേഷൻ ആണ്. ശരിക്കും പറഞ്ഞാല് അവര് നിങ്ങളെ ശരിക്കും ഇഗ്നോർ ചെയ്യുന്നത് പോലെയൊക്കെ തോന്നാം, പക്ഷെ സത്യം എന്തെന്ന് വെച്ചാല് അവര് നിങ്ങളെ അവോയ്ഡ് ചെയ്യുക തന്നെയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ